അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു കോൾഡ് കോഫിയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ കോൾഡ് കോഫി ഉണ്ടാക്കുന്നതിന് കുറച്ചൊരു മാറ്റമൊക്കെ ഉണ്ട്. നല്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കാനായിട്ട് ആദ്യം ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ കോൾഡ് കോഫി ഉണ്ടാക്കുമ്പോൾ അതിൽ ചൈന ഗ്രാസ് ഒന്നും ചേർക്കാറില്ല. പക്ഷേ ഈ കോൾഡ് കോഫി നല്ല ടേസ്റ്റാണ്, കുറച്ച് ചൈന ഗ്രാസൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ 25 ഗ്രാമിൻ്റെ ഈ ചൈന ഗ്രാസിൻ്റെ പാക്കറ്റിൽ നിന്ന് ഒരു 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. ഇനി ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് നന്നായിട്ട് കഴുകിയ ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അലിയിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് ആ ചൈന ഗ്രാസൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഞാനിപ്പോൾ 250 ml കപ്പിന് ഒരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ചൈന ഗ്രാസ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് അലിച്ചെടുക്കാം. അങ്ങനെ ചൈന ഗ്രാസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്, നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അങ്ങനെ അതെല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോഫി പൗഡർ ഇട്ട ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗ്യാസ് ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കോഫി പൗഡർ ഇട്ട പാടന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് ആ കോഫി പൗഡർ അതിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇനി ഇത് ചൂടാറാനായിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ ഇത് ചൂടാറാനായിട്ട് ഞാൻ ഒഴിച്ച് വെക്കുന്നുണ്ട്. നമുക്കിത് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ കോൾഡ് കോഫിയിൽ ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിത് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് മിക്സിയിൽ ഒന്നുകൂടെ അടിച്ചെടുക്കും നമ്മുടെ കോൾഡ് കോഫിയുടെ കൂടെ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോൾഡ് കോഫി റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ഗ്ലാസ് കോൾഡ് കോഫിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ഐസ് ക്യൂബാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. കോഫി പൗഡർ ഞാനൊരു 2 ടീസ്പൂണാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് നമുക്ക് പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിന് മാറ്റം വരുത്താം. മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചൈന ഗ്രാസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ഗ്ലാസ് കോഫിയിലേക്ക്. അപ്പോൾ ഇതിട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് അരച്ചെടുക്കരുത്. ചെറിയ ചെറിയ പീസായി കിടക്കുമ്പോൾ നമുക്ക് കോഫി കുടിക്കുമ്പോൾ ചെറുതായിട്ട് കടിക്കാൻ കിട്ടും. ഒരുപാട് വലിയ പീസായിട്ട് കിടന്നാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പാലിൻ്റെ കൂടെ തന്നെ ഇതിട്ടിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതും ചെറിയ ചെറിയ പീസായിട്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടിരിക്കും. ഇനി നമുക്കിതെല്ലാം ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ കോൾഡ് കോഫി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2 സർവിങ് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കായിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ 2 ഗ്ലാസ്സിലും ചോക്ലേറ്റ് സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോഫി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കോൾഡ് കോഫി ഞാൻ 2 ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലിട്ടിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസിൻ്റെ പീസസും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോവണ്ട, അതിങ്ങനെ ചെറിയ പീസായിട്ട് നമ്മൾ കോഫി കുടിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അതുപോലെ വലിയ പീസായിട്ട് ഇട്ടാലും അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കോഫിയൊക്കെ അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ആ കട്ട് ചെയ്ത പീസ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ കുടിക്കുമ്പോഴും നല്ല ക്രീമി ആയിട്ട് ഇരിക്കും. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കോൾഡ് കോഫി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് 2 ഗ്ലാസ്സിലും. അങ്ങനെ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചൈന ഗ്രാസിൻ്റെ മിക്സ് റെഡിയാക്കിയതുണ്ടായിരുന്നല്ലോ, അത് കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്.
അപ്പോൾ സാധാരണ നമ്മൾ കോൾഡ് കോഫി ഉണ്ടാക്കുന്നതിന് ചെറിയൊരു മാറ്റമുള്ളൂ. നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.